ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഷോർട്സ് വീഡിയോസ് എല്ലാം നിങ്ങൾ ചെയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സാധാരണയായി വീഡിയോ എഡിറ്റിങ്ങിനെല്ലാം ഫ്രീ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷനാണ് ഇത്. വീഡിയോ എഡിറ്റർ, അതുപോലെ ഇൻഷോട്ട് എന്നതെല്ലാം. ഇത്തരത്തിൽ ഇൻഷോട്ടിൻ്റെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ അടുത്താണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയത്. വളരെ ഈസിയായി നിങ്ങൾക്ക് എഫക്റ്റ് എല്ലാം കൊടുക്കുന്നതിനും അതുപോലെ കുറേ അധികം ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിലവിൽ ഇൻഷോട്ട് യൂസ് ചെയ്യുന്നവർ ഇതിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് പുതുതായി ചില എഫക്ട്സ് എല്ലാം കൊടുക്കുന്നതിന്, അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറേ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നതിനെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷോട്ട് എല്ലാം യൂസ് ചെയ്ത് ഇതിൽ നിന്നും വ്യത്യസ്തതയെല്ലാം കൊണ്ടുവരണമെങ്കിലെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് യൂകട്ട് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് എന്നാണ്. അപ്പോൾ ഈ ഒരു യൂകട്ട് പ്രോ എന്നത് ഇത് നല്ല റേറ്റിംഗ് എല്ലാം ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിലെല്ലാം പോയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. നല്ല റേറ്റിംഗ് എല്ലാം ഇതിനുണ്ട്. അതുപോലെ ഈ ഒരു യൂകട്ട് എന്നത് ഇത് ഇൻഷോട്ട് എല്ലാം ചെയ്തിരിക്കുന്ന അതേ കമ്പനിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് എല്ലാമാണ് നമുക്ക് ലഭിക്കുക. അതിനുശേഷം ഈ പ്ലസ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ന്യൂ പ്രോജക്റ്റ് എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടേക്ക് ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇൻഷോട്ടിലെല്ലാം കാണുന്നത് പോലെ തന്നെയുള്ള ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ സ്പ്ലിറ്റ് ടൂൾ, അതുപോലെ ട്രിം ടൂൾ, സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ളത്, അതുപോലെ വോളിയം എല്ലാം ഇൻക്രീസ് ചെയ്യുന്നതിന്, HD എൻഹാൻസ്മെൻ്റ് എല്ലാം ചെയ്യുന്നതിന്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇതൊന്നുമല്ലാതെ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് എഫക്ട്സ് എല്ലാം കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട എഫക്റ്റ് ഏതാണോ, ഇവിടെ ഒരുപാട് എഫക്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ ഫിലിം എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട എഫക്റ്റ് ഇത് ജസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ആ ഒരു എഫക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇത് എത്ര നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതോ അത്ര നേരം ഈ ഒരു എഫക്റ്റ് എല്ലാം ഇതിൽ ആഡാകും. അതിനുശേഷം നമുക്ക് ഇത് ടിക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം താഴത്ത് ഈ ഒരു എഫക്റ്റ് എല്ലാം ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഫക്റ്റ് എത്രത്തോളം വേണമെന്നതെല്ലാം ഇവിടെയും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം സാധിക്കും. വളരെ യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനാണ്. വളരെ ഈസിയായി നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റ് എല്ലാം കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇൻഷോട്ടിലുള്ള എഫക്റ്റ് അല്ല മറ്റു പല എഫക്ട്സുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ എഫക്റ്റ് മാത്രമല്ല, ഇതുപോലെ നിങ്ങൾക്ക് ഫിൽറ്ററിൻ്റെ കാര്യമാണെങ്കിലും ഇതിലും നിങ്ങൾക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റിക്കേഴ്സ് ആണെങ്കിലും ഇൻഷോട്ടിലുള്ള അതേ സ്റ്റിക്കേഴ്സ് ഒന്നുമല്ലാതെ വെറൈറ്റി ആയ സ്റ്റിക്കേഴ്സ്, ഇമോജി, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് തീർച്ചയായും നിങ്ങൾ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതെല്ലാം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.